the city breathe. Bangkok's heartbeat underneath. Bounce, bounce, the rhythm calls. Feel it echo through the walls. Golden temple shining in the haze. Markets buzzing in a winding maze. Rooftop views where the sky collides. The pulse of Bangkok never hides. From the river's edge to the sky so high, Bangkok moves you can't deny. The bassline thunders like the crowd. Bangkok's music plays it loud. Bounce, bounce, feel the city breathe. Bangkok's heartbeat underneath. Bounce, bounce, the rhythm. എല്ലാവർക്കും ടേസ്റ്റ് ആൻഡ് ട്രാവൽ വിത്തസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് തായ്ലൻഡിൽ ഞങ്ങളുടെ 3ാമത്തെ ദിവസമാണ്. രാവിലെ തന്നെ റെഡിയായി പുറത്തേക്കിറങ്ങുകയാണ്. ടാക്സി ബുക്ക് ചെയ്തു. ഗ്രാൻഡ് പാലസിലേക്കാണ് പോകുന്നത്. തായ്ലൻഡിൽ ഇപ്പോഴും രാജാവാണ് ഭരിക്കുന്നത്. തായ്ലൻഡ് ഭരിച്ച നിരവധി രാജാക്കന്മാർ താമസിച്ചിരുന്നത് ഗ്രാൻഡ് പാലസിലാണ്. പോകുന്ന വഴിയിലൊക്കെ ഇപ്പോഴത്തെ രാജാവായ കിങ് രാമ 10ാമൻ്റെയും രാജ്ഞിയുടെയും ചിത്രങ്ങൾ വെച്ചിരിക്കുന്നത് കാണാം. തായ്ലൻഡിലെ റോഡുകളൊക്കെ വളരെ വൃത്തിയായാണ് സൂക്ഷിച്ചിരിക്കുന്നത്. കുണ്ടും കുഴിയുമില്ലാത്ത റോഡ്. അപ്പോഴാണ് ഹൈവേയുടെ നടുവിലൂടെ പോകുന്ന ഒരു റെയിൽവേ ലൈൻ ശ്രദ്ധയിൽപ്പെട്ടത്. അതിനു മുകളിലൂടെ കടന്നു പോകുമ്പോൾ അതവിടെ ഉണ്ടെന്ന് നമ്മൾ അറിയുക പോലുമില്ല. നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ 2 വലിയ ഹമ്പും പിന്നെ കുറെ കുണ്ടും കുഴിയും ചാടിയ റെയിൽവേ ലൈൻ ക്രോസ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഭാവിയിൽ നമ്മുടെ റോഡുകളും ഇതുപോലെ ആയെങ്കിലെന്ന് ആശിച്ച് കാഴ്ചകളും കണ്ടിരുന്നു. കുറച്ചു കഴിഞ്ഞതും ഗ്രാൻഡ് പാലസിൻ്റെ മുൻപിലെത്തി. പാലസിൻ്റെ ഓപ്പോസിറ്റായി വണ്ടി നിർത്തി. ഞങ്ങൾ ഇറങ്ങി നടന്നു. ഇവിടെ റോഡ് നടന്ന് ക്രോസ് ചെയ്യാൻ പാടില്ല. പാലസിലേക്ക് പോകാൻ റോഡിന് താഴെ കൂടി പ്രത്യേക വഴിയുണ്ട്. അങ്ങോട്ടേക്കാണ് പോകുന്നത്. അവിടെ ഒരു എൻട്രൻസ് ബോർഡ് വെച്ചിട്ടുണ്ട്. ഇത് വലിയൊരു ഗ്രൗണ്ടാണ്. ഇതുവഴി നടന്നു വേണം പാലസിൻ്റെ എൻട്രൻസിലെത്താൻ. ഈ കാണുന്ന എസ്കലേറ്റർ ഇറങ്ങി വേണം പാലസിലേക്ക് പോകാൻ. താഴെ ഇറങ്ങിക്കഴിയുമ്പോൾ ഇതൊരു സബ്വേ ആണെന്ന് തോന്നുകയേയില്ല. അത്രയും വൃത്തിയും വെളിച്ചവുമാണിവിടെ. സബ്വേയിലൂടെ നടന്ന് പുറത്തേക്കുള്ള എസ്കലേറ്ററിൽ കയറി. മുകളിലെത്തുമ്പോൾ ഞങ്ങൾ നടന്നു വന്ന ഗ്രൗണ്ട് ഓപ്പോസിറ്റ് കാണാം. ഇപ്പോൾ നമ്മൾ പാലസിന് മുന്നിലെത്തി. ഇവിടുത്തെ രാജാക്കന്മാരുടെ പേര് രാമ 1, രാമ 2, രാമ 3 അങ്ങനെയാണ് പറയുന്നത്. ഇപ്പോഴത്തെ രാജാവാണ് രാമ 10. ഈ കാണുന്നത് ഇതിനു മുൻപുണ്ടായിരുന്ന രാമ 9ൻ്റെയാണ്. ഈ മഞ്ഞ ഉടുപ്പിട്ട് നിൽക്കുന്നവർ ഗൈഡുകളാണ്. താല്പര്യമുള്ളവർക്ക് ഗൈഡിനെ വിളിക്കാം. ഇവിടെ വരുന്നവർ നിർബന്ധമായും ഡ്രസ് കോഡ് പാലിച്ചിരിക്കണം. ഷോർട്സ്, സ്ലീവ്ലെസ് ഡ്രസ്സുകൾ ഇതിനുള്ളിൽ അനുവദിക്കില്ല. രാവിലെ 8:30 മുതൽ ഇവിടെ സന്ദർശിക്കാവുന്നതാണ്. 4:30 വരെയാണ് സന്ദർശന സമയം. 3:30 വരെ മാത്രമേ എൻട്രി ടിക്കറ്റ് എടുക്കാനും കഴിയുകയുള്ളൂ. ഒരാൾക്ക് 500 തായ് ബാത്താണ് എൻട്രി ഫീസ്. ഇതിനുള്ളിൽ സെൽഫി സ്റ്റിക്ക്, ഡ്രോണുകൾ അനുവദിക്കുകയില്ല. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. 120 സെൻറ്റിമീറ്റർ താഴെ ഉയരമുള്ള കുട്ടികൾക്ക് എൻട്രി ടിക്കറ്റിൻ്റെ ആവശ്യമില്ല. 1782 രാജാവായിരുന്ന രാമ 1 നിർമ്മിച്ചതാണ് ഈ കൊട്ടാരം. പിന്നീട് നിരവധി രാജാക്കന്മാർ ഭരണം നടത്തുന്നതിനും ഔദ്യോഗിക ചടങ്ങുകൾക്കുമായി ഉപയോഗിച്ചു. ടിക്കറ്റ് കാണിച്ച് ഉള്ളിൽ പ്രവേശിക്കുമ്പോൾ ചുമരിൽ കൊട്ടാരത്തിൻ്റെ ആകാശദൃശ്യം വരച്ചു വെച്ചിരിക്കുന്നത് കാണാം. ചാവ് പ്രയ നദിയുടെ കിഴക്കൻ കരയിലാണ് കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. ഇത് കൊട്ടാരത്തിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നായ റോയൽ പാന്തിയൺ. റോയൽ പാന്തിയൺ എന്നത് തായ്ലൻഡിലെ ചാക്രി രാജവംശത്തിലെ രാജാക്കന്മാരുടെ സ്മരണയ്ക്കായി നിർമ്മിച്ച കെട്ടിടമാണ്. ഇത് സന്ദർശകർക്ക് എപ്പോഴും തുറന്നിരിക്കില്ല. വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഇത് തുറക്കാറുള്ളൂ. ഏപ്രിൽ 6 ചാക്രി മെമ്മോറിയൽ ഡേ. ഇതിൻ്റെ അടുത്തു കാണുന്ന കെട്ടിടമാണ് ഫ്രാ മണ്ഡപ് അഥവാ ലൈബ്രറി ഹാൾ. രാജാക്കന്മാരുടെ ലൈബ്രറിയാണ് ഇത്. പഴയകാലത്ത് ബുദ്ധസന്യാസിമാർ താളിയോലകളിൽ എഴുതിയ തിരുവെഴുത്തുകൾ ഇതിനുള്ളിൽ സൂക്ഷിച്ചിരിക്കുന്നു. സന്ദർശകർക്ക് ഇതിനുള്ളിൽ പ്രവേശനമില്ല.
ഈ കാണുന്ന കെട്ടിടമാണ് ഫ്രാസി രത്തന ചെടി അഥവാ സ്വർണസ്തൂപം. ഇതിനുള്ളിൽ ബുദ്ധൻ്റെ അസ്ഥിയുടെ ഭാഗം എന്ന് വിശ്വസിക്കപ്പെടുന്ന അവശിഷ്ടങ്ങൾ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്നത് ഒരു ബുദ്ധക്ഷേത്രത്തിലേക്കാണ്. ഫ്രാ ഉബോസോത് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. വൈറ്റ് മാർബിൾ കൊണ്ടാണ് ഇതിൻ്റെ തറ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ തൂണുകളും ഭിത്തിയും ഗോൾഡ് ലീഫും ഗ്ലാസ് മൊസൈക്ക് ടൈലുകളും കൊണ്ട് മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നു. ഏകദേശം 35 മീറ്റർ ഉയരമുണ്ട് ഈ ബുദ്ധക്ഷേത്രത്തിന്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. തായ്ലൻഡിലെ ഏറ്റവും വിശുദ്ധമായ ബുദ്ധപ്രതിമയാണ് ഇവിടെ ഉള്ളത്. എമറാൾഡ് ബുദ്ധ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. 66 സെൻറ്റിമീറ്റർ ഉയരമാണ് ഈ ബുദ്ധപ്രതിമയ്ക്കുള്ളത്. പേരിൽ എമറാൾഡ് എന്നുണ്ടെങ്കിലും ഇത് നിർമ്മിച്ചിരിക്കുന്നത് പച്ച നിറമുള്ള രത്നക്കല്ലിലാണ്. ക്ഷേത്രത്തിനകത്ത് ഫോട്ടോ വീഡിയോ എടുക്കുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു. ക്ഷേത്രത്തിൻ്റെ ചുമരുകളിൽ തായ് രാമായണം വിവരിക്കുന്ന ചിത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ബുദ്ധൻ്റെ ഈ ശില്പം 14-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലോ ശ്രീലങ്കയിലോ നിർമ്മിച്ചതായാണ് വിശ്വാസം. ഇത് ക്ഷേത്രത്തിൻ്റെ പുറകിലെ ഭാഗമാണ്. ഇവിടെ എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. ഞങ്ങൾ പുറത്തേക്ക് നടന്ന് എക്സിറ്റ് ബോർഡ് കണ്ടു. ഇവിടെയാണ് ഗ്രാൻഡ് പാലസ് സ്ഥിതി ചെയ്യുന്നത്. ഗ്രാൻഡ് പാലസ് കോംപ്ലക്സ് 3 ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്: ഔട്ടർ കോർട്ട്, മിഡിൽ കോർട്ട്, ഇന്നർ കോർട്ട്. ഔട്ടർ കോർട്ടിലുള്ളത് ഗവൺമെൻറ് ഓഫീസുകളാണ്. മിഡിൽ കോർട്ടിൽ പ്രധാനപ്പെട്ട ഹോളുകളാണുള്ളത്. ഇവ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു. ഇന്നർ കോർട്ടിൽ രാജാവും കുടുംബവും താമസിക്കുന്ന സ്ഥലമാണ്. നമ്മളിപ്പോൾ ഉള്ളത് മിഡിൽ കോർട്ടിലാണ്. ഇതാണ് ചാക്രി മഹാപ്രസാദ് ഹാൾ. ഇവിടെ സന്ദർശകർക്ക് പ്രവേശനമില്ല. തായ് യൂറോപ്യൻ ശൈലിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ആദ്യഘട്ടങ്ങളിൽ രാജാക്കന്മാർ ഇവിടെയാണ് താമസിച്ചിരുന്നത്. പിന്നീട് ഇത് ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു. ഇതിൻ്റെ മേൽക്കൂരകൾ തനത് തായ് ശൈലിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. അങ്ങനെ കൊട്ടാരമെല്ലാം കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ടാക്സി ബുക്ക് ചെയ്തു. ഇനി ഞങ്ങൾ പോകുന്നത് ഏൻഷ്യൻ സിറ്റിയിലേക്കാണ്. ഗ്രാൻഡ് പാലസിൽ നിന്നും ഏകദേശം 35 കിലോമീറ്ററാണ് ഏൻഷ്യൻ സിറ്റിക്ക്. ഏകദേശം 45 മിനിറ്റിൽ ഞങ്ങൾ ഏൻഷ്യൻ സിറ്റിയിലെത്തി. നല്ല വിശപ്പുണ്ട്. അവിടെ കണ്ട ഒരു ഹോട്ടലിലേക്ക് നടന്നു. അവിടുത്തെ മെനുവിൽ നിന്നും പാഡ് തായ് വിത്ത് ഷ്രിംപ്, ക്ലിയർ പോർക്ക് ടോം യം നൂഡിൽസ്, ഫ്രഷ് മിൽക്ക് ഗ്രീൻ ടീ, കോൾഡ് മിൽക്ക്, സ്പിനാച്ച് ചീസ് ബ്രെഡ്, പിന്നെ ചിക്കൻ ഫ്രൈഡ് റൈസും കഴിച്ചു. ഭക്ഷണം കഴിച്ച് ഉള്ളിലേക്ക് നടന്നു. എൻട്രി ടിക്കറ്റ് നേരത്തെ ക്ലൂക്ക് വഴി ബുക്ക് ചെയ്തതാണ്. 974 രൂപയാണ് ഒരാൾക്കുള്ള എൻട്രി ഫീസ്. റിസപ്ഷനിൽ ടിക്കറ്റ് കാണിച്ച് ഉള്ളിലേക്ക് നടന്നു. ഇവിടെ ചുറ്റിക്കാണാൻ നമുക്ക് വണ്ടി വാടകയ്ക്ക് കിട്ടും. ട്രാം, ഗോൾഫ് കാർട്ട്, സൈക്കിൾ, ഇ ബൈക്ക്, ഈ 4 വണ്ടികളാണ് ഇവിടെയുള്ളത്. ഞാനൊരു 2 സീറ്റർ ഗോൾഫ് കാർട്ട് എടുത്തു. ആദ്യത്തെ മണിക്കൂറിന് 350 തായ് ബാത്തും പിന്നെ ഉള്ള ഓരോ മണിക്കൂറിന് 100 തായ് ബാത്തുമാണ് വാടക. ഗോൾഫ് കാർട്ട് 4ഉം 6ഉം സീറ്റുകൾ ഉള്ളവയും ഇവിടെ ലഭ്യമാണ്. നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. സൈക്കിൾ ഒഴികെ ബാക്കി ഏത് വണ്ടിയും വാടകയ്ക്ക് എടുക്കണമെങ്കിൽ നമ്മുടെ ലൈസൻസ് ഇവിടെ സബ്മിറ്റ് ചെയ്യണം. ഗോൾഫ് കാർട്ട് എടുക്കണമെങ്കിൽ 4 വീലർ ലൈസൻസ് ഉണ്ടായിരിക്കണം. ഞാൻ ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് അവിടെ ഏൽപ്പിച്ചു. അവർ വണ്ടിയുടെ താക്കോൽ തന്നു. ഇതാണ് ഞങ്ങൾക്കുള്ള വണ്ടി. യാത്ര തുടങ്ങുന്നതിന് മുൻപ് വണ്ടിയുടെ ഒരു വീഡിയോ എടുത്തു വയ്ക്കാൻ എന്നോട് ആവശ്യപ്പെട്ടു. വണ്ടിക്ക് കേടുപാടുണ്ടായാൽ അതിനുള്ള നഷ്ടപരിഹാരം നമ്മൾ കൊടുക്കേണ്ടി വരും. ടിക്കറ്റിൻ്റെ കൂടെ ഏൻഷ്യൻ സിറ്റിയുടെ ഒരു മാപ്പും അവർ നൽകും. അതുപയോഗിച്ച് നമുക്ക് പോകേണ്ട വഴി മനസ്സിലാക്കാം. ഗൂഗിൾ മാപ്പ് നോക്കി ശീലമുള്ള എനിക്ക് സത്യം പറഞ്ഞാൽ ഈ മാപ്പ് കൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടായില്ല. ഏൻഷ്യൻ സിറ്റി ലോകത്തിലെ ഏറ്റവും വലിയ ഓപ്പൺ മ്യൂസിയങ്ങളിലൊന്നാണ്. തായ്ലൻഡിൻ്റെ അതേ ആകൃതിയിലാണ് ഏൻഷ്യൻ സിറ്റിയും നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ തായ് സംസ്കാരത്തിലെ ഇതിഹാസപ്രസിദ്ധമായ ക്ഷേത്രങ്ങളും കൊട്ടാരങ്ങളും കെട്ടിടങ്ങളും നിർമ്മിച്ചിരിക്കുന്നു. ഇതിൽ ചില കെട്ടിടങ്ങൾ അതിൻ്റെ യഥാർത്ഥ വലിപ്പത്തിലും ചിലത് വലിപ്പം കുറച്ചുമാണ് നിർമ്മിച്ചിട്ടുള്ളത്. തായ്ലൻഡ് മുഴുവൻ ഒറ്റ ദിവസം കൊണ്ട് കണ്ടു തീർക്കണമെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി. 200-ൽ അധികം കെട്ടിടങ്ങളാണ് ഇതിനുള്ളിൽ നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൽ ക്ഷേത്രങ്ങളും കൊട്ടാരങ്ങളും പുരാതന നഗരങ്ങളും മാർക്കറ്റുകളും ശില്പങ്ങളും തോട്ടങ്ങളും മുതലായവ ഉൾപ്പെടും. ടിക്കറ്റ് ചെക്ക് പോയിന്റിലൂടെ ഉള്ളിലേക്ക് പോയി.
വണ്ടി ഓടിച്ച ഞങ്ങൾ ആദ്യം എത്തിയത് പവിലിയൻ ഓഫ് ദ എൻലൈറ്റൻഡ് എന്ന ഒരു മണ്ഡപത്തിലേക്കാണ്. ഏൻഷ്യൻ സിറ്റിയിലെ ഒരു അതിമനോഹരമായ സ്ഥലമാണ് പവിലിയൻ ഓഫ് എൻലൈറ്റൻഡ്. ബുദ്ധജ്ഞാനികളുടെ മണ്ഡപം എന്നാണ് അർത്ഥം. വെള്ളത്തിന് മുകളിലായിട്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. താമരയുടെ ആകൃതിയാണ് ഈ മണ്ഡപത്തിനുള്ളത്. തേക്കിൻ്റെ തടിയാണ് കൂടുതലായി ഇത് നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ ധാരാളം കൊത്തുപണികളും കാണാം. ഫോട്ടോ, വീഡിയോ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ സ്ഥലം ഒരുപാട് ഇഷ്ടമാകും. കാരണം എങ്ങനെ നോക്കിയാലും ഇവിടം കാണാൻ നല്ല ഭംഗിയാണ്. ഈ മണ്ഡപം 500 പ്രബുദ്ധരായ സന്യാസികളുടെ കഥ പറയുന്ന സ്ഥലമാണ്. ഇത് നമ്മെ പഠിപ്പിക്കുന്നത് ആത്മബോധത്തിലേക്കുള്ള വഴി ഒരൊറ്റ വഴിയല്ല എന്നാണ്. ഈ മണ്ഡപത്തിന് പല വഴികളുണ്ട്. എല്ലാം ചെന്നെത്തുന്നത് മധ്യഭാഗത്തുള്ള ഒരേ മണ്ഡപത്തിലേക്കാണ്. ചിലയിടങ്ങളിൽ സന്ദർശകർക്ക് പ്രവേശനമില്ല. തായ് ശൈലിയിലുള്ള മേൽക്കൂരകൾ കാണാൻ പ്രത്യേക ഭംഗിയാണ്. ഞങ്ങളും കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു. തിരിച്ച് വണ്ടിയിൽ കയറി. ഇനിയും ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. ഇത് ബോധിസത്വ അവലോകിതേശ്വരൻ്റെ മണ്ഡപമാണ്. ബുദ്ധമതത്തിലെ പ്രധാന ദേവനാണിത്. ഇതും ബോധിസത്വ അവലോകിതേശ്വരൻ്റെ മറ്റൊരു രൂപത്തിലുള്ള ശില്പമാണ്. ഇത് തായ് ലിറ്ററേച്ചറിൽ ഉള്ള ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ്. കുറച്ച് പോയപ്പോൾ ഒരു ഗോസ്റ്റ് മ്യൂസിയം കണ്ടു. വണ്ടി നിർത്തി ഉള്ളിലേക്ക് നടന്നു. ബുദ്ധമതവിശ്വാസത്തിലെ നരകത്തിൽ പാപികൾക്ക് ലഭിക്കുന്ന ശിക്ഷകളെ കാണിക്കുന്ന കുറേ ശില്പങ്ങളാണ് ഇതിനുള്ളിലുള്ളത്. പേടിപ്പെടുത്തുന്ന ശില്പങ്ങളും ശബ്ദവുമാണ് ഇവിടെ. പാപികളെ പല വിധത്തിലാണ് ശിക്ഷിക്കുന്നത്. കള്ളം പറഞ്ഞവരുടെ നാക്ക് മുറിക്കുന്നു, കൊലയാളികളുടെ തല മുറിക്കുന്നു. അങ്ങനെ അവർ ചെയ്ത പാപങ്ങൾക്കനുസരിച്ചാണ് ശിക്ഷാരീതി. സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോയി. അവിടെ പ്രത്യേകിച്ചൊന്നും കാണാനുണ്ടായില്ല. തിരിച്ച് താഴേക്ക് നടന്നു. ഏറ്റവും താഴത്തെ നിലയിലും ശില്പങ്ങളുണ്ട്. അതും കണ്ട് അവിടെ നിന്നിറങ്ങി. 320 ഏക്കറാണ് ഏൻഷ്യൻ സിറ്റിയുടെ വിസ്തീർണം. ഇതെല്ലാം ഒറ്റ ദിവസം കൊണ്ട് കണ്ടു തീർക്കുക എന്നത് കുറച്ച് പ്രയാസമാണ്. ഇവിടെ ചിലയിടങ്ങളിൽ ബോട്ടിലും സന്ദർശിക്കാവുന്നതാണ്. അടുത്തതായി വണ്ടി നിർത്തിയത് ഫ്ലോട്ടിംഗ് മാർക്കറ്റിലാണ്. തായ്ലൻഡിലെ പഴയകാല ഗ്രാമീണ ജീവിതത്തെ അത്ഭുതകരമായി ആവിഷ്കരിക്കുന്ന ഒരു ഭാഗമാണിത്. ഒരു കാലത്ത് തായ് ജനതയുടെ ജീവിതം പുഴകളോടും കനാലുകളോടും ചേർന്നിരുന്നു. പേരുപോലെ തന്നെ ഇവ വെള്ളത്തിന് മുകളിൽ പണിതിട്ടുള്ള മാർക്കറ്റാണ്. ഈ കാണുന്നതെല്ലാം കടകളാണ്. യഥാർത്ഥ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ ആളുകൾ തോണിയിലോ ബോട്ടിലോ വന്നാണ് സാധനങ്ങൾ വാങ്ങുന്നത്. അത് ഇവിടെ പുനർനിർമ്മിച്ചിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ എത്തിയത് ഒരു രാജമന്ദിരത്തിലാണ്. സൺഫെറ്റ് പ്രസാദ് പാലസ് എന്നാണ് പറയപ്പെടുന്നത്. പുരാതന കാലത്തെ ഒരു ഔദ്യോഗിക ആഡംബര ഹാളിൻ്റെ മോഡലാണിത്.
അയ്യുത്തായ ശൈലിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് രാജകീയ ചടങ്ങുകൾക്കും വിദേശ അതിഥികൾക്കുമുള്ള സ്വീകരണ കേന്ദ്രമായിരുന്നു. ഇതിൻ്റെ ഒറിജിനൽ കൊട്ടാരം 1767 ബർമീസ് സേന നശിപ്പിച്ചു. ഇപ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങൾ മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. ഇത് നമ്മൾ രാവിലെ പോയ ഗ്രാൻഡ് പാലസിൻ്റെ മോഡലാണ്. ഇത് സാൻഫെറ്റ് പ്രസാദ് പാലസിൻ്റെ മുൻവശമാണ്. ഇവിടെ ഭംഗിയായി മെയിൻറ്റെയിൻ ചെയ്ത ഒരു പൂന്തോട്ടം കാണാം. കുറച്ചുനേരം ഭാഗ്യയായിരുന്നു എൻ്റെ ഡ്രൈവർ. അങ്ങനെ പോകുമ്പോഴാണ് ഒരു കാഴ്ച ശ്രദ്ധയിൽപ്പെട്ടത്. ദൂരെ നിന്ന് നോക്കിയാൽ കാണുന്ന ആ മല കൃത്രിമമായി നിർമ്മിച്ചവയാണ്. അടുത്തു ചെന്ന് നോക്കിയപ്പോൾ ശരിക്കും അതിശയിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു അത്. ഏൻഷ്യൻ സിറ്റി നിർമ്മിക്കാൻ എന്തുമാത്രം കഷ്ടപ്പാടാണെന്ന് ഇത് കണ്ടപ്പോൾ മനസ്സിലായി. ആയിരത്തി 1782 കാലഘട്ടത്തിൽ ഭരിച്ചിരുന്ന രാജാവ് തക്ഷിൻ്റെ ഔദ്യോഗിക സഭാ ഹാളിൻ്റെ മോഡലാണിത്. ഫ്രാത്തട്ട് ചോം കിട്ടി എന്ന ഒരു ബുദ്ധക്ഷേത്രത്തിൻ്റെ മോഡലാണിത്. അങ്ങനെ ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാം കണ്ട് ഞങ്ങൾ പുറത്തേക്ക് പോയി. ഗോൾഫ് കാർട്ട് അവിടെ ഏൽപ്പിച്ച് ചാവിയുമായി ഉള്ളിലേക്ക് നടന്നു. അധികമായി 1 മണിക്കൂർ ഉപയോഗിച്ചതിനുള്ള ചാർജ് 100 തായ്ബാത്ത് കൊടുത്ത് എൻ്റെ ലൈസൻസ് തിരികെ വാങ്ങി. അങ്ങനെ ഏൻഷ്യൻ സിറ്റിയിൽ നിന്നിറങ്ങി ടാക്സി ബുക്ക് ചെയ്തു. പോകുന്ന വഴിയിൽ കണ്ടതാണ്. ഈ 3 തലയുള്ള ആന നിൽക്കുന്നിടത്താണ് എറാവൻ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ അവിടെ പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞങ്ങളിപ്പോൾ പോകുന്നത് ഏഷ്യാറ്റിക് റിവർ ഫ്രണ്ട് എന്ന സ്ഥലത്തേക്കാണ്. ഇത് ചാവോ പ്രയ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു നദീതട നൈറ്റ് മാർക്കറ്റും ഷോപ്പിംഗ്, ഭക്ഷണം, വിനോദം എന്നിവയെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഉള്ളിലേക്ക് നടക്കുമ്പോൾ നിറയെ കടകളും ഹോട്ടലുമാണുള്ളത്. പോകുന്ന വഴിയിൽ ഒരു BBQ സ്റ്റേഷൻ കണ്ടു. ഒരെണ്ണം കഴിക്കാമെന്ന് കരുതി. ചിക്കൻ ഓക്കെ കാണാൻ ലുക്കുള്ളല്ലേ. നമ്മുടെ ഈ കട സ്ഥിതി ചെയ്യുന്നത് അതെ BBQ സ്റ്റേഷൻ ഏഷ്യാറ്റിക് റിവർ ഫ്രണ്ട്. ഈ സാധനത്തിൻ്റെ അടിയിൽ വരണോ വേണ്ടോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. മേടിച്ചോണ്ട് കഴിച്ചു തീർന്നു. അയ്യോ നെക്സ്റ്റ് ട്രൈ ചെയ്ത് നോക്ക്. നോക്കട്ടെ. തന്നെ പോരാ പോരാ കേസ്. പുഴുങ്ങിയ ചിക്കനും പുഴുങ്ങിയ പോർക്കും തമ്മിൽ പറ്റിച്ച് 2 മിനിറ്റ് ഗ്രില്ല് ചെയ്ത് കുറേ സോസ് ഒഴിച്ചു. 60 ബാത്ത് പോയി. 60? ആ, ഒരെണ്ണത്തിന് 60. അതെ, 2 എണ്ണത്തിന് 120. മുഴുവൻ ലൈറ്റ് പിടിപ്പിച്ച ജയൻറ്റ് വീൽ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോഴാണ് ഒന്ന് കയറി നോക്കിയാലോ എന്ന് ഭാഗ്യ ചോദിച്ചത്. ഹൈറ്റിൻ്റെ ചെറിയ പേടിയുള്ള ഒരാളാണ് ഞാൻ. എന്നാലും ഒന്ന് കയറി നോക്കാമെന്ന് ഞാനും വിചാരിച്ചു. 500 തായ്ബാത്താണ് ഒരാൾക്കുള്ള ടിക്കറ്റ് ഫീസ്. ടിക്കറ്റും മേടിച്ച് ഉള്ളിലെ ക്യൂവിൽ നിന്നു.
നമ്മൾ പോകുകയാണ് ഗൈസ്. ഇവിടുന്ന് എന്തൊക്കെയോ റിവറൊക്കെ കിട്ടുന്നു വേണ്ടായിരുന്നു. പിടിക്കാനുള്ള ഏരിയ ഒന്നും ഇല്ല ഇവിടെ. ഇത് ഭയങ്കര പയ്യെ പോളൂ. സ്പീഡൊന്നും ഇല്ല. സ്പീഡിനല്ലല്ലോ ഇവിടെ പേടി. പ്രശ്നം ഇവിടെ ചില്ലൊക്കെ ഒരുമാതിരി ഇരിക്കണത്. ഓ ഇത് മറ്റേ യാട്ട്. ഓ സിറ്റി ഫുള്ള് കാണാൻ കേട്ടോ ഇവിടെ. ഓ ആദ്യമേ കുറിച്ച് പേടി തോന്നിയെങ്കിലും പിന്നെ പേടി കുറഞ്ഞു. ഇവിടെ ഇരുന്നാൽ ബാങ്കോക്ക് നഗരവും ചവോപ്രായ നദിയുടെ രാത്രികാല കാഴ്ചയും കാണാൻ കഴിയും. 3 റൗണ്ടാണെന്നാണ് കയറുമ്പോൾ ഞങ്ങളോട് പറഞ്ഞത്. എന്നാൽ ഞങ്ങൾക്ക് 4 റൗണ്ട് ലഭിച്ചു. ഏകദേശം 10 മിനിറ്റോളം കിട്ടി. അതിനടുത്തു തന്നെ മിസ്റ്ററി മാൻഷൻ ഉണ്ട്. ഏകദേശം ഗോസ്റ്റ് മ്യൂസിയം പോലെ തന്നെ ഉണ്ടാകും. ഞങ്ങൾ കയറിയില്ല. അവിടെ ഒരാൾ കയറിൽ തൂങ്ങി ഇറങ്ങുന്നത് കണ്ട് അടുത്തുപോയി നോക്കി. അപ്പോഴാണ് അതൊരു ഡമ്മിയാണെന്ന് മനസ്സിലായത്. മുഴുവൻ ലൈറ്റ് പിടിപ്പിച്ച ഒരു കരോസൽ കണ്ടു. നല്ല ഭംഗിയാണ് ഇത് കറങ്ങുന്നത് കാണാൻ. മുന്നോട്ട് നടന്നപ്പോൾ ചില്ലുകൊണ്ട് പണിത ഒരു കട കണ്ടു. ക്രിസ്റ്റൽ എന്നാണ് പേര്. ഇത് ഒരു ഗ്രിൽ ഹൗസ് ആണ്. പലതരത്തിലുള്ള ഇറച്ചി ഗ്രിൽ ചെയ്യുന്ന കട. നടന്ന് ഞങ്ങൾ നദിക്കരയിലെത്തി. ഇവിടെ കുറേ ചെറു കപ്പലുകളും ബോട്ടുകളും കാണാം. തീരത്തായി ഭംഗിയായി അലങ്കരിച്ച ധാരാളം കടകൾ കാണാം. കുറച്ചുനേരം അവിടെ ഇരുന്ന് കാഴ്ചകൾ കണ്ടു. വളരെ മനോഹരമായ കാഴ്ചയാണ് രാത്രിയിൽ ഇവിടെ വന്നാൽ കാണാൻ കഴിയുന്നത്. ബോട്ടുകളെല്ലാം തന്നെ ലൈറ്റുകൾ ആളുകളെ ആകർഷിക്കുന്ന തരത്തിൽ അലങ്കരിച്ചിരിക്കുന്നു. ഇവിടെ നല്ല തണുത്ത കാറ്റാണ്. കാഴ്ചകളെല്ലാം കണ്ട് പുറത്തേക്ക് നടന്നു. ഗ്രിൽഡ് മാഷ്മെല്ലോ ഐസ്ക്രീം വിൽക്കുന്ന ഒരു കട കണ്ടു. അത് ഒരെണ്ണം ഓർഡർ ചെയ്തു. പുറമേ മാഷ്മെല്ലോയും ഉള്ളിൽ ഐസ്ക്രീമുമാണ് ഉള്ളത്. ഇവിടെ ധാരാളം കടകളുണ്ടെങ്കിലും തായ്ലൻഡിൽ നിന്നും അധികമൊന്നും പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല. കാരണം വഴിയേ പറയാം. അങ്ങനെ തായ്ലൻഡിലെ ഞങ്ങളുടെ 3ാമത്തെ ദിവസം ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബാക്കി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബായ്.